ഹായ് മുസ്താഖാണൊരാണ്. ഒരു അടാറ് ചോദ്യം കേട്ട് ഞാൻ ആകെ കിളിപോയി നിൽക്കുകയാണ്. ഉത്തരം കൊടുക്കാൻ കഴിയാതെ ഞാൻ വീർപ്പ് മുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലുള്ളത്. ആ ചോദ്യം നമുക്കൊന്ന് കേട്ടോക്കാം. എന്തുകൊണ്ട് മുസ്ലിം പള്ളികളിൽ വെള്ളിയാഴ്ച ഇന്ത്യ ജയിക്കാൻ ജുമ ചെയ്തില്ല? അജ്മൽ കസബിനും അഫ്സൽ ഗുരുവിനും യാക്കൂബ് മേമനും ജുമ ചെയ്ത ഇടങ്ങൾ എന്തുകൊണ്ട് സ്വന്തം രാജ്യത്തിനായി ഇത് ചെയ്തില്ല? ഹമാസിനും പാലസ്തീനും യഹിയ സിൻവറിനും ജുമ ചെയ്തവർ എന്തുകൊണ്ട് സ്വന്തം മാതൃരാജ്യത്തിന് ജുമ ചെയ്തില്ല? ലക്ഷദ്വീപിന് വേണ്ടി സേവ് ദ്വീപ് ജുമ ചെയ്തു. കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞപ്പോൾ അതിനെതിരെ ജുമ ചെയ്തു. മുത്തലാഖിനെതിരെ ജുമ, വഖഫിനെതിരെ ജുമ. എന്നിട്ടും എന്തുകൊണ്ട് സ്വന്തം മാതൃരാജ്യത്തിന് ജുമ ചെയ്തില്ല? നാളെ മെയ് 11 ഞായറാഴ്ച ഇന്ത്യയിലെ എല്ലാ പള്ളികളിലും ക്രിസ്ത്യാനികൾ ഇന്ത്യ യുദ്ധം ജയിക്കാൻ പ്രാർത്ഥിക്കുകയാണ്. ജുമുകൾ ചെയ്യാത്തത് എന്തുകൊണ്ട്? കേരളത്തിലെ മുഴുവൻ മുസ്ലിമീങ്ങളും മറുപടി പറഞ്ഞേ പറ്റൂ. മുഴുവൻ മുസ്ലിം പള്ളികളിലെ ഇമാമമാര് മറുപടി പറഞ്ഞേ പറ്റൂ. നിങ്ങൾ എന്തുകൊണ്ട് ജുമ ചെയ്തില്ല? എന്താണ് ജുമ? നിങ്ങൾ ചെയ്യേണ്ടതായിരുന്നില്ലേ? ജുമ ചെയ്യാത്തവർ നിങ്ങൾ രാജ്യദ്രോഹികളാണ്. ഈ ചാണകം തിന്നും ഗോമൂത്രം കുടിച്ചും ബുദ്ധി മരവിച്ച മരക്കഴുതകളായ ഇമാതിരി മന്ദബുദ്ധികൾ ഇത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം പറയുന്നതാണെന്നത്. എന്നാൽ കുറച്ചൊക്കെ വിവരം വേണ്ടേ? മന്ദബുദ്ധി എന്ന് വിളിക്കണമെങ്കിൽ കുറച്ചൊക്കെ ബുദ്ധി വേണ്ടേ? ആ പറഞ്ഞതുപോലെ യജാതി മരക്കെഴുതുകൾ എന്തായി പറയുന്നത്? ജുമ ചെയ്തില്ല. ജുമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒക്കെ പോട്ടെ, അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കണ്ട. പക്ഷെ കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല, രാജ്യസ്നേഹം തെളിയിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കില്ല, ഇങ്ങനെ ആക്കില്ല എന്ന് പറയാം. നിന്റെയൊക്കെ തന്തക്ക് സ്ത്രീധനം കിട്ടിയതാണോ ഇന്ത്യ? നിന്റെയൊക്കെ തന്തക്ക് സ്ത്രീധനം കിട്ടിയതാണോ ഇന്ത്യ? ഇന്ത്യ എങ്ങനെ സ്വതന്ത്രമായത്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കെടുത്ത നേതാക്കളിൽ പ്രമുഖരായ നേതാക്കളാര്? അതിൽ ഈ പറയുന്ന ചാണക സംഖ്യകളിൽ എത്ര ആൾക്കാരുണ്ടായിരുന്നു? രാജ്യദ്രോഹികളായിരുന്നു ആ സമയത്ത്. രാജ്യം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുമ്പോൾ പോരാടണ്ടെന്ന് പറഞ്ഞ നേതാക്കളെ ഇന്ന് പൂവിട്ട് പൂജിക്കുന്ന ഈ പരനാറികൾക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ രാജ്യസ്നേഹത്തെക്കുറിച്ചോ പോലമ്പാൻ എന്ത് യോഗ്യതയുണ്ട്? കുറച്ചൊക്കെ ഉളുപ്പ് വേണ്ടേ? ചാണകം തിന്ന ബുദ്ധിയെങ്കിലും വേണ്ടേ? തിന്നുന്നത് അതുമല്ലേ? ജുമോ ചെയ്തില്ല അത്രേ. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ രാജ്യസ്നേഹം തെളിയിക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്യണത്രേ. ഇവരെ കാണിക്കണത്രേ ചെയ്യുന്നത്. ആരുണ്ടാക്കിയ മണ്ണാണെന്നറിയോ മോളെ? ഈ മണ്ണ്, നീയൊക്കെ ഈ വർഗീയത പറയുന്ന ഈ മണ്ണ് ഉണ്ടാക്കിയവരുണ്ടല്ലോ, അവരെ കുറിച്ച് പഠിക്കുന്നീ. അവരെ കുറിച്ച് പഠിക്കുമ്പോൾ നിനക്ക് കുറേ പേരുകൾ കിട്ടും. ആ പേരിലൊന്നും ഒരൊറ്റ RSS ഉണ്ടാവില്ല. ഉണ്ടായിട്ടുണ്ട്. ഷൂ നക്കിയ ഗോഡ്സെ, അവന്റെ പേരെന്താണ്? ഷൂ നക്കിയ സവർക്കർ, ഗാന്ധിയെ കൊന്ന ഗോഡ്സെ, ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്തിട്ട് ശിഷ്ടകാലം ബ്രിട്ടീഷ് ഭരണത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ ജീവിതം സമർപ്പിക്കാന്ന് പറഞ്ഞ ഷൂ നോക്കി കൊടുത്ത സവർക്കറും ഉണ്ട്, ഗോൾവാർക്കറും ഉണ്ട്. രാജ്യത്തിന് വേണ്ടി പടവരുത്തണ്ടെന്ന് പറഞ്ഞ ഗാന്ധിജിയെ കൊന്ന ഗോഡ്സെ ഉണ്ട്. അതല്ലാത്ത ഒരു ചരിത്രം നിങ്ങൾക്കൊന്നും പറയാനില്ല. പണ്ട ദീപാനിശാന്ത് പറഞ്ഞ പോലെ പഴത്തൊലി ചോട്ടിയിട്ട് വീണ്ടും ഒരു എടുത്ത് മരിച്ചിട്ടില്ല രാജ്യത്തിന് വേണ്ടിയിട്ട്. ആ ഇവന്മാരാണ് ഇന്ത്യൻ മുസ്ലിങ്ങളെ രാജ്യസ്നേഹം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അങ്ങനെ ആക്കിയില്ല, ഇങ്ങനെ ആക്കില്ല ചോദ്യം ചെയ്യുന്നത്. ജുമ ചെയ്തില്ല. ജുമ എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളിയാഴ്ചത്തെ നിസ്കാരമാണ് ജുമ. അതെന്ത് ചെയ്യേണ്ടത്? എന്താ ഈ പറയുന്നത്? ഒരു ലോജിക്കോടെ പറയുന്നതിന്. അവിടെ മോള് ഈ വാർത്ത വയ്ക്കുന്ന സമയത്ത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ സ്വാതന്ത്ര്യ സമര കാലത്തെ ത്യാഗങ്ങളും മറ്റും പഠിച്ചിട്ട് ബാക്കി പറയാൻ വേണ്ടി പാട്ടാ. എന്നിട്ട് മോക്ക് അതൊന്നും മനസ്സിലാക്കിയെങ്കിലും മോളെ വീട്ടിൽ പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അവരോട് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വാ. ഞാൻ ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇപ്പൊ ജുമ ചെയ്യാത്തവരൊക്കെ തീവ്രവാദികളാട്ടാ. ചെയ്യണം. നിങ്ങൾ നാളെ തന്നെ ജുമ ചെയ്യണം. ഞായറാഴ്ച തിങ്കളാഴ്ച നാളെ എല്ലാവരും ജുമ ചെയ്യണം കേട്ടോ.